ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമ്മിൽ ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് 3 ആണ്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പേഴ്സൺ ഓർ മോർ ഇൻ ക്ലോസ് ഫിസിക്കൽ പ്രോക്സിമിറ്റി. അതായത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ രണ്ടിലധികമോ ആളുകൾ അവർ ഫേസ് ടു ഫേസ് ആയിട്ട് മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒരു ഇൻ മോർ ക്ലോസ് ഫിസിക്കൽ പ്രോക്സിമിറ്റി വളരെ അടുത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെർബൽ ഓർ നോൺ വെർബൽ ആയിരിക്കാം. വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ടും നോൺ വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളില്ലാതെയും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വാക്കുകളിലൂടെ അല്ലാതെയോ രണ്ട് പേര് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നതിനെയാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് കൺസിഡർ ദ മോസ്റ്റ് എഫക്റ്റീവ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് ഇറ്റ് പേഴ്സണൽ, ഡയറക്റ്റ്, ഇൻറ്റിമേറ്റ് ആൻഡ് അലോസ് മാക്സിമം ഇൻട്രാക്ഷൻ ഇൻ വേർഡ്സ്, ഗസ്റ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്നാണ് പറയുന്നത്. കാരണം ഇത് വളരെ പേഴ്സണലായിട്ടും ഡയറക്റ്റ്, നേരിട്ടും, ഇൻറ്റിമേറ്റായിട്ട്, വളരെ സൗഹൃദത്തോട് കൂടിയിട്ട്, വളരെ അടുത്ത് ഇടപഴകിക്കൊണ്ട് സംസാരിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയം നടത്താൻ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലൂടെ സാധിക്കും. ഈ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, അതാണ് ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 സ്കിൽ ഓഫ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ പ്രധാനമായിട്ട് 4 സ്കില്ലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാമത്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മെയിൻ വേ വി കമ്മ്യൂണിക്കേറ്റ് യൂസിങ് വേർഡ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നത്, വാക്കുകൾ കൊണ്ട് ആശയവിനിമയം നടത്തുന്നതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളുടെ ലാംഗ്വേജുകൾ, മെസ്സേജുകളൊക്കെ ഓഡിയൻസിന് കൃത്യമായിട്ട് എത്തിക്കുന്നതിന് സാധിക്കുന്നുണ്ട്? വെർബൽ കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളതാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് എക്സ്പ്രസിങ് യുവർ സെൽഫ് വിത്തൗട്ട് വേർഡ്സ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ വാക്കുകൾ കൂടി അല്ലാതെ നിങ്ങൾ വിശദീകരിക്കുക അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് യുവർ ടോൺ ഓഫ് വോയിസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ് ആൻഡ് ഗസ്റ്റേഴ്സ്. അതായത് നിങ്ങൾ ബോഡി ലാംഗ്വേജുകൾ, ഗസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ വോയിസിലുള്ള ടോൺ മാറ്റങ്ങൾ. ഇപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ടോണിലായിട്ടും സംസാരിക്കുക, അല്ലെങ്കിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഒരു ടോണിലായിരിക്കും സംസാരിക്കുക. ഇത്തരത്തിൽ വരുന്ന പല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ എങ്ങനെയാണ് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനെ അല്ലെങ്കിൽ ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പറയാനുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ മൈൻഡിലുള്ളൊരു കാര്യം എത്രത്തോളം തീവ്രമാണ്, എന്താണ് കാര്യം എന്നുള്ള കൃത്യമായിട്ട് പറയാൻ നമുക്ക് ഈ എക്സ്പ്രഷൻസും അല്ലെങ്കിൽ കൈകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും മുഖത്ത് വരുന്ന നമ്മളുടെ ഭാവമാറ്റങ്ങളും കൊണ്ടൊക്കെ സാധിക്കുന്നുണ്ട്. അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത്തെ ലിസണിങ് സ്കിൽസ് എന്നുള്ളതാണ്. ലിസണിങ് സ്കില്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കേട്ടിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ലിസണിങ് സ്കിൽ ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് സം സേസ് ആൻഡ് പിക്കിംഗ് അപ്പോൺ ദ ഫീലിംഗ് ബിഹൈൻഡ് ദെയർ വേർഡ്സ് എന്നുള്ളതാണ്. അതായത് ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് അയാളുടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുകയും അയാളുടെ വാക്കിൽ നിന്നും അയാൾക്ക് എന്താണ് അയാളുടെ ഫീലിംഗ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇതിനെയാണ് ലിസണിങ് സ്കില്ലുകൾ എന്ന് പറയുന്നത്. Good listening also means noticing non-verbal signs and making other feel that they are truly being heard എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു നല്ല ഗുഡ് ലിസണിങ് സ്കില്ല്, നിങ്ങൾക്കൊരു നല്ലൊരു ശ്രദ്ധ ഒരു കമ്മ്യൂണിക്കേഷന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്ക്, ആ പറയുന്ന ആൾക്ക് എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടുതൽ കാര്യം തുറന്നു പറയാൻ എനിക്ക് സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് തോന്നുകയും ചെയ്യും. ഓക്കെ, അതാണ് മൂന്നാമത്തെ ലിസണിങ് സ്കില്ലുകൾ എന്ന് പറയുന്നത്. നാലാമത്തെ പോയിൻ്റാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ EQ എന്ന് വിളിക്കുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് എബൌട്ട് എംപതൈസിങ് വിത്ത് ഒതേഴ്സ്, സെൻസിങ് ദെയർ ഫീലിങ്സ് ആൻഡ് റെസ്പെക്റ്റിംഗ് ദെയർ ബൗണ്ടറീസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ഫീലിങ്ങുകൾ, അതുപോലെ തന്നെ അവരുടെ ബൗണ്ടറീസ് റെസ്പെക്റ്റ് ചെയ്യുക. അതായത് ബൗണ്ടറീസ് റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ചോദിക്കുന്നതിൽ നമുക്കൊരു പരിധികളുണ്ടാവും. ആ പരിധികൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ഫീലിങ്ങുകൾ നമ്മൾ ബഹുമാനിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതായത് ഒരു ഇമോഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇടപെടാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് 4 കീ സ്കില്ലുകൾ ആവശ്യമാണ്. ഒന്നാമത്തെ വെർബൽ കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, മൂന്നാമത്തെ ലിസണിങ് സ്കില്ല്, നാലാമത്തെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് വിത്ത് ആൻ ഇൻഡിവിജ്വൽ ഈസ് കാൾഡ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഒരാൾ അയാളോട് തന്നെ സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത്, നിങ്ങളൊരു പ്രെയർ, ഒരു പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ദ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ ഹിയർ ആസ് ദ സോഴ്സ് ആൻഡ് റിസീവർ. നിങ്ങൾ തന്നെയായിരിക്കും ആശയം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഉറവിടം എന്ന് പറയുന്നതും അത് എത്തുന്ന സ്ഥലം എന്ന് പറയുന്നതും നിങ്ങൾ തന്നെയായിരിക്കും. ആ കമ്മ്യൂണിക്കേഷൻ രൂപപ്പെടുന്നതും ആ കമ്മ്യൂണിക്കേഷൻ എത്തിച്ചേരുന്നതും നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണെന്ന് പറയാൻ പോകുന്നത്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ വെൻ മൾട്ടിപ്പിൾ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ഫേസ് ടു ഫേസ്. അതായത് ഒന്നിലധികം കൂടുതൽ ആളുകൾ ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആസ് ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസ്, ഒരു ഗ്രൂപ്പ് സൈസുകൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഓഫൻ ബിക്കം മോർ ലൈക്ക് എ വൺ വേ സ്പീച്ച് എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആളുകൾ കൂടിയിട്ടുള്ള സ്ഥലം, അവിടെ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആളുകളൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടിരിക്കുന്നതുകൊണ്ട് ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷനായിട്ട് മാറാനുള്ള ചാൻസുകൾ കൂടുതലാണ്. എക്സാമ്പിൾ, നിങ്ങളൊരു മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസംഗങ്ങളോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഒരു മൈക്കിൽ കൂടെ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അവർ ആ പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുക എന്ന് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതാണ് എന്തെന്ന് പറയുന്നത്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അതൊരു വൺ വേ ഒരു സ്പീച്ചായിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ചില സമയത്ത് ഫീവർ പീപ്പിൾ പാർട്ടിസിപ്പേറ്റിംഗ്, അതായത് ദ ലെവൽ ഓഫ് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാക്ടർ ലൈക്ക് ഗ്രൂപ്പ് സൈസ്, ലൊക്കേഷൻ ആൻഡ് ദ റിലേഷൻഷിപ്പ് എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്നുള്ളതാണ്. അതായത് ഗ്രൂപ്പിൻ്റെ എണ്ണം അത് നിർണ്ണയിക്കുന്നത് ഗ്രൂപ്പിൻ്റെ സൈസ്, ലൊക്കേഷൻസ്, അതുപോലെ റിലേഷൻഷിപ്പുകൾ, ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ എണ്ണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. മാത്രമല്ല ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ ചില സമയത്ത് ഫീഡ്ബാക്കുകൾ ലഭിക്കും. ചിലപ്പോൾ റെസ്പോൺസുകൾ വളരെ ക്വിക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്പോൺസുകളും കാര്യങ്ങളൊക്കെ ലഭിക്കും. ചില സമയത്ത് നമ്മൾ പറയുന്നതല്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് മേ ബി സമയമെടുക്കും. കാരണം നമ്മൾ കുറേ അധികം ആളുകളുമായിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കല്ലേ, ആ സമയത്ത് എല്ലാ ആളുകൾക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാൻ ചിലപ്പോൾ മേ ബി ഡിലേ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഒന്നാമത്തെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ഗ്രൂപ്പ്സ് എന്നുള്ള പോയിൻ്റാണ് പറയുന്നത്. അതായത് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന പോയിൻ്റ്. ഓക്കെ, അതായത് ഇൻ വെർബൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മെമ്പേഴ്സ് ഡിസ്കസ് ദെയർ ഐഡിയാസ് ടു റീച്ച് എ ഷെയർഡ് കൺക്ലൂഷൻ. എക്സാമ്പിൾ ഇൻക്ലൂഡ് എ സെമിനാർ ഓർ ഗ്രൂപ്പ് ഡിസ്കഷൻസ്. അതായത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസോ ഒരു സെമിനാർസോ തുടങ്ങിയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഒരു മെമ്പേഴ്സ് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഐഡിയാസ് മറ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ അവർ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇത്തരത്തിലുള്ള, അതായത് ഒരു കുറച്ച് ആളുകൾ അവരെല്ലാവരും അവരുടെ തോട്ടുകൾ, അവരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് ടെക്നോളജി പവേർഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളതാണ്. ടെക്നോളജി പവേർഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ഹെൽപ്പ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഗ്രൂപ്പ്സ് ത്രൂ പ്ലാറ്റ്ഫോംസ് ലൈക്ക് സോഷ്യൽ മീഡിയ, ഫോറംസ്, കസ്റ്റമർ സർവീസ് ചാനൽസ് ആൻഡ് വെബിനാർസ്. അതായത് വെബിനാറുകൾ വഴി, കസ്റ്റമർ സർവീസ് ചാനലുകൾ വഴി, ഫോറംസ് വഴി, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻസ് സാധ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചാറ്റുകൾ നടത്താം, ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്താം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം. ഈ കാര്യങ്ങളൊക്കെയാണ് ടെക്നോളജി പവേർഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഇതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്.
പറയുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ബോഡി ലാംഗ്വേജ്, ഗസ്റ്റേഴ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ടു ഷെയർ മെസ്സേജസ്. അതായത് ഒരു ഗ്രൂപ്പിനോട് നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബോഡി ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഗസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ എന്ത് ചെയ്യുന്നു, ഒരു മെസ്സേജ് ഷെയർ ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാഫിക് ബ്ലോക്ക്, ആ ട്രാഫിക് ബ്ലോക്കിൽ ആ പോലീസുകാരൻ എന്ത് ചെയ്യുന്നു, നമ്മൾ കൈകൾ കൊണ്ടുള്ള ആംഗ്യങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഗ്രൂപ്പ്, അതായത് കുറേ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവർക്ക് തന്നെ മനസ്സിലാവുമല്ലോ എന്താണ് വണ്ടി പോകാനാണ് അല്ലെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നതെന്ന് മനസ്സിലാവുമല്ലോ. അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നാലാമത്തെ ഇൻ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഇൻ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ഈസ് വെൻ പീപ്പിൾ ടോക്ക് ഫേസ് ടു ഫേസ് വിത്തൗട്ട് യൂസിങ് ടെക്നോളജി. അതായത് ആളുകൾ തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിത്തൗട്ട് യൂസിങ് ടെക്നോളജികൾ ഉപയോഗിക്കാതെ ഫേസ് ടു ഫേസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ, ഇൻക്ലൂഡ് ഫ്രണ്ട്സ് മീറ്റിംഗ് ഫോർ ഡിന്നർ ഓർ മാർക്കറ്റ് ഡെമോൺസ്ട്രേറ്റിംഗ് എ പ്രൊഡക്റ്റ് ടു കസ്റ്റമേഴ്സ്. അതായത് ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സുകളൊക്കെ ചേർന്നുകൊണ്ട് ഒരു ഡിന്നർ കഴിക്കുന്നത്, അതുപോലെ തന്നെ ഏതെങ്കിലും മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾ അവരുടെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ, നിങ്ങൾ വീട്ടിലേക്കൊക്കെ പ്രൊഡക്റ്റുകളായിട്ടൊക്കെ ആളുകൾ വരാറുണ്ടല്ലോ, ഞങ്ങളുടെ പുതിയ പ്രൊഡക്റ്റാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇൻ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തത് വിർച്വൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. വിർച്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലുള്ള ആളുകൾ വെബിനാഴ്സോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വഴി എന്ത് ചെയ്യുന്നു, അവർ ഒരു മീറ്റിംഗ് നടത്തുന്നു. അതിനെയാണ് വിർച്വൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. വിർച്വൽ കമ്മ്യൂണിക്കേഷൻ കണക്ട് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ത്രൂ ടെക്നോളജി. വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലും ജോഗ്രഫിക്കൽ ഏരിയാസിലൊക്കെ നിൽക്കുന്ന ആളുകൾ അവർ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു. അതായത് ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകൾ തുടങ്ങിയ സ്ഥലത്ത് ഒത്തുകൂടുന്നു. ഇതിനെയാണ് വിർച്വൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് വിളിക്കുന്നത്. അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ആൻസേഴ്സ് പറയാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് തന്നെയാണ് ടെക്നോളജി പവേർഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡെലിവറിങ് ഇൻഫർമേഷൻ, ഐഡിയാസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടു എ സൈസബിൾ ആൻഡ് ഡൈവേഴ്സ്ഡ് ഓഡിയൻസ്. അതായത് ഒരു ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള, ചിന്നിച്ചിതറിയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കുറേ ആളുകളോട് നമ്മളുടെ ഇൻഫർമേഷൻസ്, ഐഡിയാസ്, ആറ്റിറ്റ്യൂഡ്സ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ മാസ് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള മീഡിയാസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനൊക്കെയാണ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, റേഡിയോ, ടെലിവിഷൻ, വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂസ് പേപ്പർ, ഇപ്പോൾ നിങ്ങൾ മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ തുടങ്ങിയിട്ടുള്ള ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കേ. കേരളത്തിലുള്ള 14 ജില്ലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ടെലിവിഷൻ എന്ന് പറയുന്ന കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് അല്ലെങ്കിൽ മലയാള മനോരമ ന്യൂസ് ചാനലുകൾ കാണുന്ന ആളുകൾ കേരളത്തിൽ കൂടുതലാണ്, മലയാളികളായിട്ടുള്ള ആളുകൾ കാണാറുണ്ട്. ഇതൊരു മാസ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് വിവിധ തരത്തിലുള്ള ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ദ ആക്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് മച്ച് മോർ കോംപ്ലക്സ് ദാൻ ദാറ്റ് ഓഫ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനേക്കാളും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള, കുറച്ച് പ്രശ്നങ്ങൾ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അഡ്രസ്ഡ് ടു മാസസ്. അതായത് വലിയ തോതിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടു ആൻ എക്സ്ട്രീംലി ലാർജ് ഓഡിയൻസ്. അതായത് നമുക്കൊരിക്കലും ടി വിയിൽ വരുന്ന ഷോ എത്ര പേര് കാണും എന്ന് നമുക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എക്സ്ട്രീംലി ലാർജ് ഓഡിയൻസ് ആയിരിക്കും മാസ് കമ്മ്യൂണിക്കേഷനിൽ എല്ലാ സമയത്തും ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് പ്രിൻ്റ് അല്ലെങ്കിൽ ട്രഡീഷണൽ മീഡിയ എന്നുള്ളതാണ്. പ്രിൻ്റ് മീഡിയ ഈസ് എ ട്രഡീഷണൽ ഫോം ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് യൂസസ് റിട്ടൺ കണ്ടൻറ്റ് സച്ച് ആസ് ന്യൂസ് പേപ്പർ, ബുക്സ് ആൻഡ് ജേർണൽസ്. അതായത് പ്രിൻ്റ് മീഡിയ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള, പരമ്പരാഗതമായിട്ടുള്ള ഒരു മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഇത് റിട്ടൺ, അതായത് എഴുത്ത് രൂപത്തിലുള്ള കണ്ടൻ്റ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. ന്യൂസ് പേപ്പേഴ്സ്, ബുക്കുകൾ, ജേർണലുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മീഡിയ, അതായത് ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയുള്ള കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് പ്രിൻറ്റ് വാസ് ദ മെയിൻ വേ ടു സ്പ്രെഡ് ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. പ്രിൻ്റ് ആയിട്ടുള്ള, അതായത് ന്യൂസ് പേപ്പറിലൂടെ, ബുക്കിലൂടെ, ജേർണലിലൂടെയൊക്കെ ആയിരുന്നു ന്യൂസുകളും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡിജിറ്റൽ മീഡിയ റൈസ് വന്നു കഴിഞ്ഞതിന് ശേഷം പ്രിൻറ്റ് മീഡിയ റിമെയിൻസ് ഇമ്പോർട്ടൻ്റ് ഫോർ മെനി പീപ്പിൾ ഹു പ്രിഫർ ഫിസിക്കൽ ബുക്സ് ഓർ ന്യൂസ് പേപ്പേഴ്സ്. അതായത്
ഡിജിറ്റൽ മീഡിയ വന്നു കഴിഞ്ഞതിന് ശേഷവും പ്രിൻറ്റ് മീഡിയയ്ക്ക് ഇപ്പോഴും എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇവരെന്ത് ചെയ്യുന്നു, ഈ ബുക്കുകളും വായിച്ചിട്ട് ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വായനയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ ഇന്നത്തെ കാലത്ത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ മോഡേൺ ചേഞ്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി പ്രിൻറ്റ് ഔട്ട്ലെറ്റ്സ് നൗ ഹാവ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ടു പ്രൊവൈഡ് അപ് ടു ഡേറ്റ് ന്യൂസുകൾ. അതായത് ഇന്നിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പല പ്രിൻറ്റ് മീഡിയാസിനും എന്തുണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ്, പ്രൊവൈഡ് അപ് ടു ഡേറ്റ് ന്യൂസുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മലയാള മനോരമ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന് മലയാള മനോരമ എന്ന് പറയുന്ന ന്യൂസ് ചാനലുകളുണ്ട്, ന്യൂസ് വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ മോഡേൺ ആയിട്ടുള്ള ചേഞ്ച്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഇവർക്ക് നൽകാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്നുള്ളതാണ്. ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് മീഡിയ ഇൻക്ലൂഡ്സ് പ്ലാറ്റ്ഫോം ലൈക്ക് റേഡിയോ, ഫിലിം ആൻഡ് ടെലിവിഷൻ ദാറ്റ് യൂസ് ഇലക്ട്രോണിക് സിഗ്നൽ ടു ഷെയർ ന്യൂസ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ. അതായത് ഇൻഫർമേഷൻസും എൻ്റർടൈൻമെൻറ്റ് ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് സിഗ്നലുകൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് പറയുന്നത്. ഈ ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് പറയുന്നത് റേഡിയോ, ഫിലിം ആൻഡ് ടെലിവിഷൻ എന്നുള്ളവയാണ്. ഓക്കെ, ഒന്നാമത്തെ റേഡിയോ എന്ന് പറയുന്നത് ഒരു ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു മാസ് കമ്മ്യൂണിക്കേഷനാണ്. മാത്രമല്ല ഒറിജിനലി യൂസ്ഡ് ഫോർ ന്യൂസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്, നൗ ആൾസോ ഇൻക്ലൂഡ് മ്യൂസിക് ആൻഡ് ടോക്ക് ഷോസ്. അതായത് ആദ്യം ഈ റേഡിയോ വരുന്ന സമയത്ത് ന്യൂസുകളും മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും അല്ലെങ്കിൽ പരിപാടികളെക്കുറിച്ച് ഇൻഫർമേഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു റേഡിയോ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് മ്യൂസിക്കുകളും ടോക്ക് ഷോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓൺലൈൻ റേഡിയോ ഹാസ് മെയ്ഡ് ഇറ്റ് മോർ ആക്സസിബിൾ ദാൻ ട്രഡീഷണൽ റേഡിയോ സ്റ്റേഷൻസ്. അതായത് പരമ്പരാഗതമായിട്ട് ഇപ്പോഴും തുടർന്നു പോരുന്ന റേഡിയോ സ്റ്റേഷനേക്കാളും ഇന്ന് ഓൺലൈൻ റേഡിയോസ് അവൈലബിൾ ആണ്. ഓൺലൈൻ റേഡിയോ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഓരോ റേഡിയോ ചാനലുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് നമുക്ക് ഫിലിം ആൻഡ് ടെലിവിഷൻസ് എന്നുള്ളതാണ്. മോഷൻ പിക്ചേഴ്സ് ബിഗൻ വിത്ത് തോമസ് എഡിസൺസ് കൈനറ്റോസ്കോപ്പ്. അതായത് തോമസ് ആൽവ എഡിസൺ കൈനറ്റോസ്കോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് മോഷൻ പിക്ചേഴ്സ്, ചലച്ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഫിലിം ആൻഡ് ടെലിവിഷൻ പ്രൊവൈഡ് എൻ്റർടൈൻമെൻറ്റ് ത്രൂ വിഷ്വൽ ആൻഡ് സൗണ്ടുകൾ. ഫിലിമും ടെലിവിഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലിലൂടെയും സൗണ്ടിലൂടെയും നമുക്ക് നൽകുന്നുണ്ട്. ആൻഡ് ദേ ആർ എ മേജർ സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് വേൾഡ് വൈഡ് ആൻഡ് ഓഫർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ്. അതായത് ഒരു ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ലോകത്തെ എല്ലാ ആളുകൾക്കും വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നൽകുകയും കൂടുതലധികം ജോലി സാധ്യതകൾ നൽകുകയും ചെയ്യുന്ന ഒന്നാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഔട്ട്ഡോർ ആൻഡ് ട്രാൻസ്മിറ്റ് മീഡിയ എന്നുള്ളതാണ്. ഔട്ട്ഡോർ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ use large outdoor space like billboards, posters and banners for advertising and spreading public messageകൾ. ഔട്ട്ഡോർ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പരസ്യങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ ബോർഡുകൾ അല്ലെങ്കിൽ നോട്ടീസ് ബോർഡുകൾ, ഫ്ലക്സുകളൊക്കെ നമുക്ക് കാണാറുണ്ടല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഔട്ട്ഡോർ മീഡിയ എന്ന് പറയുന്നത്. ഈ ഒരു ബിൽബോർഡ്സുകൾ, പോസ്റ്റേഴ്സ്, ബാനേഴ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. ഇതിൽ പ്രധാനമായിട്ടും പരസ്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ജനങ്ങൾക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഔട്ട്ഡോർ മീഡിയാസ് ഉപയോഗിക്കാറുള്ളത്. അടുത്ത ട്രാൻസിസ്റ്റ് മീഡിയ എന്നുള്ളതാണ്. ട്രാൻസിസ്റ്റ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ലൈക്ക് ബസ്, ട്രെയിൻസ് ആൻഡ് മെട്രോ സ്റ്റേഷൻസ്. അതായത് ബസ്സിൽ, KSRTC ബസ്സിൽ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിലൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ മെട്രോയിലൊക്കെ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ നിങ്ങൾ പരസ്യങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. ട്രെയിനിൻ്റെ ബോഗിയിലൊക്കെ പരസ്യങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ട്രാൻസിസ്റ്റ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്ഡോർ മീഡിയ ആണെന്നുണ്ടെങ്കിലും ട്രാൻസിസ്റ്റ് മീഡിയ ആണെന്നുണ്ടെങ്കിലും ഒരു എഫക്റ്റീവായിട്ട് ഒരു പീപ്പിൾസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പബ്ലിക് സ്പേസിലോട്ട് ഒരു റീച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒന്നാണ്. നാലാമത്തത് ഡിജിറ്റൽ ഓർ ന്യൂ മീഡിയ എന്നുള്ളതാണ്. ഡിജിറ്റൽ ഓർ ന്യൂ മീഡിയ. ഡിജിറ്റൽ മീഡിയ റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ വെയർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ലൈക്ക് സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ്, ആപ്സ് ആൻഡ് ഓൺലൈൻ വീഡിയോസ്. ഓൺലൈൻ വീഡിയോസ് വഴി, ആപ്പുകൾ വഴി, വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മീഡിയാസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഡിജിറ്റൽ മീഡിയ. കാരണം നമ്മുടെ ലൈഫിൻ്റെ എസെൻഷ്യൽ പാർട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടായിട്ട് ഏത് മാറിയിട്ടുണ്ട്, ഡിജിറ്റൽ മീഡിയ മാറിയിട്ടുണ്ട്. കാരണം ഒരു ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും, വളരെ സിമ്പിളായിട്ട് ഏത് കുട്ടിക്കും ആക്സസ് ചെയ്യാൻ കഴിയും. ഇൻട്രാക്റ്റീവ് നേച്ചേഴ്സ് ഉണ്ട്, അതായത് മറ്റുള്ള ആളുകളോട് നമുക്ക് സംവദിക്കാനുള്ള ഒരു ഓപ്ഷൻസും ഏതിലുണ്ട്, ഡിജിറ്റൽ അല്ലെങ്കിൽ ന്യൂ മീഡിയയിലുണ്ട്. ഉദാഹരണത്തിന് ഇമെയിൽ, പോഡ്കാസ്റ്റ്, ബ്ലോഗ്, വെബ്സൈറ്റ്, വീഡിയോ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് ഡിജിറ്റൽ ആപ്പുകൾ.
മാത്രമല്ല ഡിജിറ്റൽ മീഡിയ ഓഫേഴ്സ് ഫാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് വേസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് എൻഗേജ് വിത്ത് അതേഴ്സ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിത്ത് കണ്ടൻറ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുമായിട്ട്, ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് വിവിധ കണ്ടൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മീഡിയ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മൂന്നാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.